PV ചെയ്തന്ന് കുറച്ച് ബ്ലീഡിംഗ് ഒക്കെ വന്ന് പിന്നെ അത് ഒരു വൈകിട്ടൊക്കെ ആയപ്പോഴത്തേക്കിനും അത് കുറഞ്ഞു കുറഞ്ഞു വന്നു കേട്ടോ. പിറ്റേ ദിവസം ആയപ്പോഴത്തേക്കിനും എനിക്കിങ്ങനെ ഇരിക്കാനും നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇങ്ങനെ നല്ലോണം പ്രഷർ ഇങ്ങനെ അടിയിലേക്ക് വരുന്നുണ്ടായിരുന്നു. പിന്നെ അന്ന് ഉച്ചയ്ക്ക് ഞാനൊന്ന് ബ്ലഡ് വരുന്നുണ്ടോ എന്ന് അറിയാനായിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് നോക്കിയപ്പോൾ എനിക്കൊരു ജെല്ല് പോലത്തെ ഒരു ബ്ലഡിന്റെ ഒരു കട്ട കിട്ടിട്ടോ. അത് കഴിഞ്ഞ് 2 സെക്കൻഡ് കഴിഞ്ഞപ്പോഴത്തേക്കിനും എന്തോ ഒരു യൂറിൻ പോണ പോലെ ഒരു സാധനം പോയി. ഞാൻ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്തു ഇതെന്താ പോണത് എന്ന് അറിയാനായിട്ട്. അപ്പൊ ഇങ്ങനെ കുറേയും കൂടെ ഇങ്ങനെ വെള്ളം പോലെ നമ്മുടെ കൺട്രോളിലല്ലാത്തൊരു സാധനം പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ വേഗം അമ്മേനെയൊക്കെ വിളിച്ച് കാണിച്ചു കൊടുത്തു ട്ടോ. അമ്മ ഇങ്ങനെയാണ് എന്താ സംഭവിച്ചേക്കണേന്ന്. വേഗം ഡോക്ടറെ വിളിച്ച് പറഞ്ഞു. ഡോക്ടറെ വിളിച്ച് പറഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു വേഗം ആയോ ഹോസ്പിറ്റലിലേക്ക്, എത്ര സമയം എടുക്കുന്നു. അപ്പൊ ഞാൻ ഇവിടുന്ന് 1 hour ഒക്കെ എടുക്കുന്നു പറഞ്ഞപ്പോഴത്തേക്കും ഡോക്ടറാണോ അയ്യോ വേഗം വേഗം ഇറങ്ങിക്കോന്ന് പറഞ്ഞു. അതും കൂടെ കേട്ടപ്പോൾ എന്റെ ടെൻഷൻ അടിച്ച് എന്റെ കയ്യിൽ നിന്ന് പോയിട്ടാ. നമുക്ക് ഓൾറെഡി ഹോസ്പിറ്റലിലേക്ക് നല്ല ദൂരമുണ്ട്. പിന്നെ ദൈവം സഹായിച്ച് അന്ന് എന്റെ നാട്ടിലെ എല്ലാ ടാക്സി ഡ്രൈവർമാർക്കും നല്ല ഓട്ടായിരുന്നു. ഒരാളെ പോലും വിളിച്ചിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ കുറേ നേരം 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടാണ് ടാക്സി കിട്ടിയത്. അപ്പോഴൊക്കെ ഞാൻ അങ്ങനെ വിചാരിച്ചോണ്ടിരിക്കും ഞാൻ ഇനി പോണ വഴിയിൽ പ്രസവിക്കും. ഞാൻ അങ്ങനെ കേട്ടേക്കുന്നത് വാട്ടർ ബ്രേക്ക് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ പ്രസവിക്കും എന്നൊക്കെയാണ്. അപ്പൊ ഞാൻ ഇനി കാറിൽ വെച്ച് തന്നെയായിരിക്കും പ്രസവിക്കാന്ന് അത്രയും ടെൻഷൻ അടിച്ചിട്ടായിരുന്നു ഞാൻ പോണ്ടായിരുന്നത്.